ഹായ് ഹലോ നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വിപ്ലവത്തെക്കാളേറെ വീടിനെക്കുറിച്ച് പറയാനാണ് എനിക്കിഷ്ടം. വിരുന്നിനേക്കാളേറെ വിശപ്പിനെക്കുറിച്ചും. യാസിർ എരുമപ്പെട്ടി എന്ന മനുഷ്യസ്നേഹിയുടെയും എഴുത്തുകാരൻ്റെയും വാക്കുകൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. എഴുത്തുകാരെയും എഴുത്തിനെയും ഏറെ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രിയപ്പെട്ട ഒരു പേരാണ് യാസിർ എരുമപ്പെട്ടി എന്ന തൃശ്ശൂർക്കാരൻ്റേത്. ഹൃദയത്തെ തൊട്ടെഴുതുന്നവൻ, വരികൾ കൊണ്ട് മാന്ത്രികത തീർക്കുന്നവൻ, സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് വായനക്കാരൻ്റെ ഹൃദയം കീഴടക്കിയ എഴുത്തുകാരൻ, വരികൾക്കിടയിലൂടെ വായനക്കാരനെ സഞ്ചരിക്കാൻ കെൽപ്പുള്ളതാക്കുന്ന കാതികൻ. അങ്ങനെ നീളുന്നു യാസിർ എരുമപ്പെട്ടി എന്ന എഴുത്തുകാരൻ്റെ വിശേഷണങ്ങൾ. പ്രിയ എഴുത്തുകാരൻ്റെ കാലിക പ്രാധാന്യമുള്ള ഈ ഒരു എഴുത്ത് ഞാൻ ഇവിടെ ചേർക്കുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒരു കഥ പറയാം, അനുഭവിച്ച മറക്കാത്ത കഥ. അന്നൊക്കെ വീട്ടിൽ അരിയുടെ ആവശ്യം നല്ലോണമുണ്ട്. ആവശ്യ വിഭവങ്ങളും കുറവാണ്. നാട്ടിലെ സംഘടനകളും മറ്റുള്ള സന്നദ്ധരായ ചിലരും റിലീഫ് കിറ്റ് വിതരണം ചെയ്യും. ഞാനും അജുവും കുറേ റിലീഫ് കിറ്റ് വാങ്ങി വീട്ടിലേക്ക് നടന്നിട്ടുണ്ട്. ഒട്ടുമിക്കതും വീട്ടിൽ കൊണ്ടുവന്നാണ് കൊടുക്കാറ്. സത്യത്തിൽ എനിക്കത് തീരെ ഇഷ്ടമല്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, എൻ്റെ ഉമ്മ കൈനീട്ടി ആരിൽ നിന്നും ഒന്നും വാങ്ങുന്നത് എനിക്കിഷ്ടമല്ല. ഞങ്ങളുടെ കയ്യിൽ കിട്ടി ഞങ്ങളത് വീട്ടിൽ കൊണ്ടെത്തിക്കുമ്പോൾ എനിക്കത് അത്ര സങ്കടമായി കണ്ണിൽ തെളിയാറില്ല. പക്ഷേ ഉമ്മാക്ക് ആരെങ്കിലും സഹായങ്ങൾ, റിലീഫ് കിറ്റുകൾ ഒക്കെ കൊടുക്കുമ്പോൾ വല്ലാത്ത സങ്കടമാണ്. ജോലിയും വരുമാനമില്ലാത്ത ആ ചെക്കന് അങ്ങനെയൊരു ആത്മാഭിമാനത്തിൻ്റെ ഹുങ്ക് ഇല്ലാത്ത കാലത്തുമുണ്ട് എന്നതാണ് ചുരുക്കം. പള്ളി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ നാട്ടിലെ നല്ലൊരു സംഘടന മാന്യമായി റിലീഫ് കിറ്റ് വിതരണം നടത്തി. എൻ്റെ വീട്ടിൽ നിന്നും വരുന്ന കാഴ്ച ഇന്നും കണ്ണിൽ തെളിവോടെ നനവോടെ കിടപ്പുണ്ട്. വീട്ടിലെത്തുമ്പോൾ ഉമ്മാടെ മുറിയിൽ ഒരു അണ്ടാവുണ്ട്. അതിൽ കിട്ടിയ അരി സൂക്ഷിച്ചു വെക്കുന്ന തിരക്കിലാകും മൂപ്പത്തിയാറ് മിക്കപ്പോഴും. രണ്ടോടത്തൊന്നും കൂടി കിട്ടിയാൽ 2 ആഴ്ചത്തേക്കുള്ള അരിയുണ്ടാകും. ബാക്കി നോക്കിയാൽ മതിയല്ലോ. ഉമ്മ സ്വയം പിറുപിറുക്കും. എൻ്റെ ഉമ്മാടെ കൈകൾ താഴ്ന്നു നിൽക്കുന്ന കാഴ്ച സത്യത്തിൽ എനിക്ക് വെറുപ്പാണ്, വല്ലാത്ത സങ്കടവും. ആ നാട്ടിൽ ഞങ്ങളെക്കാൾ ദാരിദ്ര്യവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമുള്ള കുടുംബങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി തോന്നാത്ത ഒരു സങ്കടം ഉമ്മാടെ കൈകൾ താഴ്ന്നു നിൽക്കുമ്പോൾ ചങ്കിൽ കോറും. പള്ളി കഴിഞ്ഞ് വീട്ടിലേക്ക് നടക്കുമ്പോൾ ഇടയ്ക്ക് കേൾക്കുന്ന ഒരു വാക്കുണ്ട്. ഡാ മോനെ, അവിടെ നിൽക്ക്, ഇത് ഉമ്മാക്കി കൊടുക്ക്, ചൂലിൻ്റെ കാശാണ്. അത് വാങ്ങി നടക്കുമ്പോൾ സത്യത്തിൽ അന്നൊക്കെ മനസ്സിൽ അഭിമാനമായിരുന്നു. എൻ്റെ ഉമ്മ കഷ്ടപ്പെട്ട് ഓലക്കീറി ചൂലുണ്ടാക്കി വിറ്റതിൻ്റെ കൂലിയാണ് ഇന്നുള്ള അഭിമാനം. റിലീഫ് കിറ്റ് വാങ്ങുമ്പോൾ അഭിമാനത്തിൻ്റെ പൊള്ളച്ചങ്ക് പിടിച്ച് ആരോ പൊക്കുന്ന പോലെ ഒരു പിടച്ചിലാണ്. ഇല്ലാത്തവരുടെ എല്ലാ വീട്ടിലും കാഴ്ചകൾ റിലീഫ് കിറ്റ് വാങ്ങുമ്പോൾ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാകും. വിളിച്ചു വരുത്തി വലിയ ഓഡിറ്റോറിയത്തിൻ്റെ സ്റ്റേജിൽ കയറി കിറ്റ് വാങ്ങി വന്ന ദിവസം ഞാനും ഉമ്മയും ഉഗ്രൻ വഴക്ക് നടന്നിട്ടുണ്ട്. അന്ന് ഉമ്മാക്ക് എന്നോട് തോന്നിയത് ദേഷ്യമാണോ സ്നേഹമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഉമ്മാനെ സ്റ്റേജിൽ കയറ്റി കൈകൾ താഴ്ത്തിച്ച ആ റിലീഫ് കിറ്റുകൾ എനിക്കിപ്പോഴും ഇഷ്ടമല്ല. അതിൻ്റെ ഒരു തിന്ന വീർത്ത പള്ളയാണെങ്കിലും മറ്റുള്ളവരെ കാണെ ഇല്ലാത്തവൻ്റെ താഴ്ന്ന കൈകൾ കാണുമ്പോൾ ഇപ്പോഴും അതേ നോവുണ്ട്. അന്നത് ഉമ്മോട് മാത്രമേ തോന്നിയുള്ളൂ എങ്കിൽ ഇന്നത് ഓരോ കൈകളും എൻ്റെ ഉമ്മാടേതാണെന്ന് തോന്നിപ്പോകും. ഇതൊക്കെ ഇപ്പം പറയാനുള്ള കാര്യം കൊറോണ കാലമാണ്. ദുരിതത്തിലുള്ള പാവങ്ങളുണ്ട്, പട്ടിണിയിലായ കുടുംബങ്ങളുണ്ട്, കൊടുക്കാൻ സന്നദ്ധരായ മനുഷ്യരും സംഘടനകളുമുണ്ട്. കൊടുക്കുമ്പോൾ നിങ്ങളത് സെൽഫിയാക്കരുത്. മറ്റുള്ളവർക്ക് പ്രചോദനമെന്ന ചീഞ്ഞ ന്യായീകരണം ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രമെങ്കിലും നിങ്ങൾ പറയരുത്. നിങ്ങളുടെ മൊബൈലിലെ ഗാലറിയിൽ ആ താഴ്ന്ന മുഖവും നിങ്ങളുടെ അഹങ്കാരമുള്ള ഉയർന്ന മുഖവും എന്ത് സന്തോഷമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്നൊരു ചോദ്യമാണ് അനുഭവിച്ചവന് ചോദിക്കാനുള്ളത്. പടച്ചോൻ്റെ പുസ്തകമുണ്ടല്ലോ, അതിലൊരു പേജുണ്ട്. വലത് കൈകൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ സൂക്ഷിച്ചവരുടെ പേരുകളും അവരെക്കുറിച്ചുള്ള മധുഹൂക്കളും എഴുതിയ പേജ്. അതിലെ സ്നേഹമുള്ള പേരുകളാവുക. അതിലെ 1-ാം സ്ഥാനം നിലനിർത്താൻ മത്സരിക്കുക. നിങ്ങൾക്കത് നിങ്ങളറിയാതെ ഗുണമായി വന്ന് ചേരുക തന്നെ ചെയ്യും. വിശപ്പുണ്ടല്ലോ, പട്ടിണിയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അതൊക്കെ 3, 4, 5 തവണ ഒരാൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും കഴിയുമായിരിക്കും. പക്ഷെ അഭിമാനമുണ്ടല്ലോ, ആത്മാഭിമാനം, അത് നഷ്ടപ്പെടുന്നത് റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് കുത്തി വലിച്ചെടുക്കുന്നതിന് സമാനമാണ്.
അന്ന് അനുഭവിച്ച നോവ് ഇനി എവിടെയും എഴുതില്ല എന്നുറപ്പിച്ചതാണ്. പക്ഷെ എത്രയൊക്കെ ആരൊക്കെ പറഞ്ഞിട്ടും റിലീഫ് വിതരണത്തിലെ സെൽഫിക്കും ഫോട്ടോ പോസിനും ഇന്നും അതേ മാർക്കറ്റ് തന്നെയാണ്. എത്ര റിലീഫ് കിറ്റ് വിതരണ സെൽഫികൾ നിങ്ങൾക്ക് കാണിക്കാനുണ്ട്? കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഒരേപോലെ ഒരേ സന്തോഷത്തിൽ ചിരിക്കുന്നത്, ഒരേപോലെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന അങ്ങനെ എത്ര എണ്ണം ഉണ്ടാകും? ഒന്നുപോലും ഉണ്ടാകില്ലെന്നേ വാങ്ങുന്നവന്റെ മനസ്സ് വാങ്ങിയവരോട് ചോദിക്കൂ. അവർക്ക് പിന്നീട് എത്ര സമ്പത്തുണ്ടായി കൊടുത്തു തുടങ്ങിയാലും അവരത് സെൽഫികളാക്കില്ല. കാരണം അവർക്കറിയാം, അന്ന് താഴ്ന്ന കൈകളോടൊപ്പം കുനിഞ്ഞ മുഖത്തോടൊപ്പം അഭിമാനമേറ്റ ക്ഷതം. ഇതെപ്പോ സംഭവിച്ചു? ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് ഭാര്യ ചോദിച്ചപ്പോൾ, അതൊക്കെ എന്തിനാ പറയുന്നത്? അതിൻ്റെ സവാബ് നിനക്കും മോനും നമ്മുടെ കുടുംബത്തിനും വന്നു ചേർന്നാൽ പോരെ എന്നൊരു മറുപടി കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ പോലും പൊതിയാൻ നമുക്ക് കഴിയണം. ചാരിറ്റി അങ്ങനെയാണ് ചെയ്യേണ്ടത്. 4 ആളും 40 ആളും അറിയേണ്ട ആവശ്യമേ ഇല്ല. അതിൻ്റെ പ്രതിഫലം നിങ്ങളെ തേടി വരുന്നത്. അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നും എന്തോ ഭാഗ്യം കൊണ്ട് ദൈവം കാത്തു എന്നൊക്കെ നമ്മളെ ചില സന്ദർഭങ്ങളിൽ പറയിപ്പിക്കാറില്ലേ? സത്യമായും പടച്ചോൻ വലിയ മാജിക്കുകാരൻ കൂടിയാണ്. അങ്ങനെയൊക്കെയാണ് പടച്ചോൻ മാജിക് കാണിക്കുക. വാങ്ങിയവരെ പോലും മറക്കുന്ന ഐഡന്റിറ്റി പറയാതെ കൊടുത്തു പറയുന്ന പ്രിയപ്പെട്ടവരെ പടച്ചോന് വലിയ കാര്യമാണ്. ചില ചാരിറ്റി പിരിവുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അൺനോൺ 10,000 എന്നൊക്കെ. അതിൻ്റെ ചേല് മറ്റെന്തിനാണുള്ളത്? അവരൊരു അദൃശ്യമായ അടയാളം മാത്രമാണ് വിൽക്കുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിരി അവര് മുഴുവനായും വലിച്ചെടുത്താണ് മറ്റുള്ളവരെ പിന്നിലാക്കുന്നത്. മാന്യമായി ചാരിറ്റിയും റിലീഫും നടത്തുന്ന എത്രയോ നല്ല മനുഷ്യന്മാരുണ്ട്, മനോഹരമായി മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നവർ. അവരെയൊന്നും നോവായി ഒരു വാക്കുകൊണ്ടുപോലും ഇതിലൂടെ തൊടുന്നില്ല. ആഘോഷിക്കുന്നവരോട് മാത്രം ഇതൊക്കെ പറഞ്ഞത്. ഞങ്ങളുടെ നാട്ടിലൊരു മുത്തുഹാജിയുണ്ട്. എൻ്റെ ഉമ്മയൊക്കെ പറയാറുണ്ട്, ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആ മനുഷ്യനെന്ന്. ചിലരങ്ങനെയാണ്, അവരെ അറിയൂ, അവർ കൊടുക്കുന്നതും പോകുന്നതും. അങ്ങനെയുള്ള കൈകളെ ഞാൻ ഈ എഴുത്ത് കൊണ്ട് ചുംബിക്കുകയാണ്. ബഹുമാനവും ആദരവും ഹൃദയത്തിൽ സമം ചേർത്ത് നിങ്ങൾക്ക് വിളമ്പുന്നു. നിങ്ങൾക്ക് മനോഹരമായി ഒരാളുടെ ഹൃദയത്തിൽ ഇടം ലഭിക്കാനുള്ള എളുപ്പവഴി കൊടുക്കുന്നവനും വാങ്ങുന്നവനുമല്ലാതെ മറ്റൊരു കാഴ്ച ഇടയിൽ ഉണ്ടാകാതിരിക്കുക എന്നതാണ്. നിങ്ങൾ എത്ര കാലം കൊണ്ട് മറച്ചു വെക്കുന്നുവോ മറന്നു പോകുന്നുവോ അത്ര കാലം വാങ്ങിയ ആ മനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയൊരുക്കും എന്ന് മാത്രം ചങ്കിൽ കോറി വെക്കുന്നു. യാസിർ എരുമപ്പെട്ടി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അതിലുപരിയായിട്ട് യാസിർക്കയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. കാരണം എൻ്റെ ഒരു ചെറിയ ചാനലിൽ യാസിർക്കയെ പോലെയുള്ള വലിയൊരു എഴുത്തുകാരൻ്റെ എഴുത്ത് ഉൾപ്പെടുത്താൻ പറ്റിയതിൽ എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അതുപോലെ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ യാസിർക്ക ഒരുപാട് എഴുതട്ടെ, ഒരുപാട് എഴുതാൻ യാസിർക്കയുടെ തൂലികയ്ക്ക് ശക്തി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട്